വയനാട് നീർവാരം പോലൊരു കുഞ്ഞ് സ്ഥലത്ത് നിന്ന് ഇന്ന് ബിഗ് സ്ക്രീനിൽ എൻ്റെ പേരെഴുതി ഉള്ളൊരു ആ ഒരു ജേണി എനിക്ക് ഭയങ്കര പ്രൗഡാണ്. തന്റെ മീഡിയ കരിയറിൽ നിന്ന് റിസൈൻ ചെയ്ത് സിനിമാ ലോകത്തിന്റെ എഴുത്തിനെ പ്രണയിച്ച് യാത്ര തിരിച്ചവൾ നിഖില വിമൽ കേന്ദ്ര കഥാപാത്രമായ പെണ്ണുകേസ് എന്ന സിനിമയിലെ എഴുത്തുകാരി നമ്മളെല്ലാവരും പ്രിയപ്പെട്ട ലക്ഷ്മിയാണ് എന്നോടൊപ്പം. നമസ്കാരം. എൻ്റെ സുഹൃത്തായിട്ടുള്ള ഫെബിനാണ് ഇതിൻ്റെ സംവിധായകൻ. നിഖിലയുടെ അടുത്തേക്ക് നമ്മൾ എത്തുന്നത് ശരിക്കും പൊന്നമ്പള്ളി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ്. കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ നിഖില എന്താ? വളരെ ജെനുവൻ ആയിട്ടുള്ള നല്ല വിവരവും ബോധമുള്ള ഒരു സ്ത്രീയാണ്. എനിക്ക് വളരെ റെസ്പെക്റ്റ് ഉള്ള ഒരു ആളാണ്. സിനിമയിലേക്ക് എത്താൻ, അതായത് നമുക്കൊരു പ്രൊഡക്ഷൻ സെറ്റ് ആവാൻ, ആർട്ടിസ്റ്റുകൾ സെറ്റ് ആവാൻ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇൻസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. വയനാടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ വിടത്തില്ല മക്കളെ. ഇല്ല, സിനിമ തന്നെയാണ് എന്തായാലും ലൈഫ്. പ്രേക്ഷകരോട് ഒന്നേ പറയാവുള്ളൂ, നിങ്ങളൊരു ടിക്കറ്റ് എടുത്തൊന്ന് പോയി കണ്ടു നോക്കല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലിലൂടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. എൻ്റെ മാതാവ് കളിവീട് എന്ന ഹിറ്റ് സീരിയലുകളിലെ പ്രോഗ്രാം പ്രൊഡ്യൂസറുകാരിയായിരുന്ന ഒരു വയനാട്ടുകാരി തൻ്റെ മീഡിയ കരിയറിൽ നിന്ന് റിസൈൻ ചെയ്ത് സിനിമാ ലോകത്തിൻ്റെ എഴുത്തിനെ പ്രണയിച്ച് യാത്ര തിരിച്ചവൾ നിഖില വിമൽ കേന്ദ്ര കഥാപാത്രമായ പെണ്ണുകേസ് എന്ന സിനിമയിലെ എഴുത്തുകാരി നമ്മളെല്ലാവരും പ്രിയപ്പെട്ട ലക്ഷ്മിയാണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം. എന്നാ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. പെണ്ണുകേസാണ് പുതിയ വിശേഷം. പെണ്ണുകേസ്. ഒരു വയനാട്ടുകാരി സ്വന്തം ജോലി റിസൈൻ ചെയ്ത് സിനിമയ്ക്ക് വേണ്ടി സിനിമയെ പ്രണയിച്ചവൾ ഇറങ്ങി തിരിച്ചൊരു കഥയാണ് ലക്ഷ്മിയുടെ ജീവിതത്തിൽ. എന്തായിരുന്നു ആ കഥ? രസമുള്ളൊരു ജേണി ആയിരുന്നു. രസവും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ വയനാട് നീർവാരം പോലൊരു കുഞ്ഞ് സ്ഥലത്ത് നിന്ന് ഇന്ന് ബിഗ് സ്ക്രീനിൽ എൻ്റെ പേരെഴുതി ഉള്ളൊരു ആ ഒരു ജേണി എനിക്ക് ഭയങ്കര പ്രൗഡാണ്. എത്ര വർഷം എടുത്തു? ഏകദേശം ഒരു 9 വർഷത്തോളമുള്ള യാത്രയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ കുടുംബപ്രേക്ഷകർ ഒന്നടങ്ങ് ഏറ്റെടുത്ത സീരിയലാണ് എൻ്റെ മാതാവ്, അതുപോലെ തന്നെ കളിവീട്. ഈ സീരിയലുകളിലൊക്കെ എന്തായിരുന്നു പോസ്റ്റ്? ഞാൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു. ഞാൻ സൂര്യ ടിവിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്ത പ്രൊജക്ട്സ് ആണ് ഇതൊക്കെ. അതിൽ ഞാൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പോൾ ഒന്ന് ചിന്തിക്കാം, അത്ര ഉയർന്നൊരു സാലറി കിട്ടിയപ്പം അത് വേണ്ടെന്ന് വെച്ച് എനിക്ക് സിനിമയാണ് അല്ലെങ്കിൽ എഴുത്താണ് എൻ്റെ പ്രാന്തെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോൾ റിസ്ക് കൂടുതലല്ലേ? റിസ്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ കൂടെയുള്ള മനുഷ്യരൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ആ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുള്ളൂ എന്ന് അറിയുന്നത് കൊണ്ടും ഇറങ്ങി തിരിച്ചപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? സിനിമയിലേക്ക് എത്താൻ, അതായത് നമുക്കൊരു പ്രൊഡക്ഷൻ സെറ്റ് ആവാൻ, ആർട്ടിസ്റ്റുകൾ സെറ്റ് ആവാൻ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇൻസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ലക്ഷ്മിയെ ആർക്കും അറിയത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഉൾഗ്രാമത്തിൽ ജനിച്ച് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ഒരുപാട് പേരോട് അവസരം ചോദിക്കുമ്പോഴും ഇങ്ങനെ ഒരു പെണ്ണുകേസ് എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത് എങ്ങനെയായിരുന്നു? എൻ്റെ സുഹൃത്തായിട്ടുള്ള ഫെബിനാണ് ഇതിൻ്റെ സംവിധായകൻ. ഫെബിനും ഞാനും കൂടെ, അതായത് ഫെബിൻ്റെ സ്റ്റോറിയാണ് ബേസിക്കലി. ഫെബിനാണ് ഒരു വാർത്ത കണ്ടിട്ട് നമ്മൾ സംസാരിച്ചതാണ്, നമുക്കിങ്ങനെ ഒരു ഇതിനൊരു സിനിമാ സാധ്യതയുണ്ട്. അതായത് ഒരു വിവാഹ തട്ടിപ്പിൽ ഒരു സ്ത്രീ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ സ്ത്രീനെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ശരിക്കും പറഞ്ഞാൽ കല്യാണ മണ്ഡപത്തിൽ നിന്ന് അവരെ നാട്ടുകാർ ഓടിച്ചിട്ടിട്ട് പിടിച്ചതാണ്. അപ്പൊ അങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ നമുക്കൊരു കൗതുകം ഉണ്ടായി. അവർക്കൊരു കഥ ഉണ്ടാവുമല്ലോ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ആ സ്ക്രിപ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന അഭിജിത്ത്, സരിൻ, ഫെബിൻ, പൊന്നമ്പള്ളി, അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ആലോചിച്ചു. അങ്ങനെ നമ്മളൊരു സ്ക്രിപ്റ്റ് തുടങ്ങുകയാണ്. ആക്ച്വലി എൻ്റെ വയനാട്ടിലുള്ള നിർവാരത്തുള്ള എൻ്റെ വീട്ടിലിരുന്നിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അത് ഞാനും ഫെബിനും അഭിത്തേട്ടനും ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ആ ജേണി ശരിക്കും അവിടെ നിന്നാണ് തുടങ്ങുന്നത്. 2017 തുടങ്ങിയ യാത്രയാണ്. തുടങ്ങി. അതെ, വളരെ രസമുള്ളൊരു നാടാണ്. അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഇതിന്റെ കഥയും തിരക്കഥയൊക്കെ ആലോചിച്ച് എഴുതി ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ആ ജേണി തുടങ്ങി. പിന്നീട് കോവിഡ് വന്നു. അപ്പൊ നമ്മൾ കുറച്ചു കാലം അങ്ങനെ ബ്ലോക്കായി. പിന്നെ വിട്ടില്ല, വിടാൻ പറ്റിയില്ല. പിന്നെ ആർട്ടിസ്റ്റുകൾ പലരും ഇന്നായി, പിന്നെ പലരും പോയി. കോവിഡിന് ശേഷം പല മാറ്റങ്ങൾ ഉണ്ടായല്ലോ മീഡിയ ഇൻഡസ്ട്രിയിൽ വന്ന പോലെ തന്നെ. അപ്പോഴും ഞാൻ സൂര്യ ടിവിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഈ ജോലിയും എഴുത്തും ഒക്കെ കൂടെ മാനേജ് ചെയ്യാൻ കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ
പക്ഷെ കൂടെയുള്ള മനുഷ്യർ ഈ പറഞ്ഞ പോലെ കുടുംബവും കൂട്ടുകാരും എല്ലാവരും കട്ടയ്ക്ക് ഉണ്ടായിരുന്നു കൂടെ. എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ട്. അതാണ് എൻ്റെ സ്ട്രെങ്ത്തും. നല്ല ഫാമിലി, നല്ല ഫ്രണ്ട്സ് തന്നെ എൻ്റെ ഫാമിലിയും കൂടെയാണ്. ഏതൊരു വിജയത്തിന്റെയും പിന്നിൽ ഒരു ടീം വർക്ക് തന്നെ അല്ലേ? ഉറപ്പായിട്ടും ആ ടീം തന്നെയാണ് എന്തായാലും ഈ ഒരു സിനിമയുടെ പിന്നിലും. ആ ടീം എന്താ, അതിന്റെ ബേസ് തൊട്ടൊരു ടീമുണ്ട്. ആ ടീം തന്നെയാണ് ഈ സിനിമയുടെ സക്സസിന്റെ പിന്നിലും. ഇനി ഇപ്പം പെണ്ണ് കേസിലോട്ട് വരുമ്പം ആ തിയേറ്ററിൽ നമ്മൾ ഇരുന്ന് ആ പേര് കാണുമ്പം അല്ലെ ആ സിനിമ കാണുമ്പോൾ കിട്ടിയൊരു സന്തോഷം എന്തായിരുന്നു? ഭയങ്കര പ്രൗഡായിരുന്നു. എന്താ പറയുക, നമ്മൾ ഒരുപാട് കാലത്ത് നമ്മളൊരു ആഗ്രഹം നമ്മൾ സ്ക്രീനിൽ ആ പേര് തെളിഞ്ഞ് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും എന്താ പറയുക, ഭയങ്കര പ്രൗഡായിരുന്നു. ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിലുണ്ടായിരുന്നു. ആളുകൾ ഏറ്റെടുത്ത് തുടങ്ങി. അതെ, സന്തോഷം വേണം. അതെ അതെ. ഈ നിഖില വിമലെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? ഒരുപാട് നടിമാരുന്നുണ്ട്. അതെ, നമ്മൾ പല ഓപ്ഷൻസ് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. നിഖിലയുടെ അടുത്ത് കഥ പറഞ്ഞു. നിഖില ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. നിഖിലയുടെ അടുത്തേക്ക് നമ്മൾ എത്തുന്നത് ശരിക്കും പൊന്നമ്പിളി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ്. ഞങ്ങൾ ഒരുമിച്ച് പോയി കഥ പറയാനുണ്ടായത്. അന്ന് തൊട്ട് നിഖിലയുടെ അടുത്ത് നമുക്ക് പറയുമ്പോൾ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പോയിരിക്കുന്നത്, തുടക്കക്കാരാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആർട്ടിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള കുറെ ബുദ്ധിമുട്ടുണ്ടല്ലോ. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ? ഒന്ന്, നമുക്കൊരു മീറ്റിംഗ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ അവർക്ക് നമ്മളെ ഒരു വിശ്വാസക്കുറവ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് അവരുടെ തെറ്റല്ല, നമ്മൾ പ്രൂവ് ചെയ്യാത്ത മനുഷ്യരാണ്. സ്വാഭാവികമായിട്ടും ഈ കഥ വർക്കാവോ. പിന്നെ എത്രയോ പേരോട് കഥ പറയുന്നല്ലേ? അതെ, കഥ പറയുന്നു. പിന്നെ കഥ പറയാൻ ഞാൻ വളരെ മോശമാണ്. ഞാനും മോശമാണ്, ഫെബിനും മോശമാണ്. അപ്പൊ അങ്ങനെ രണ്ടുപേര് ഈ കഥ പറഞ്ഞ് ഫലിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ നിഖില നമ്മള് കഥ പറഞ്ഞത് തൊട്ട് നിഖില നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്. പിന്നീടുള്ള അങ്ങോട്ടുള്ള യാത്രയിൽ നിഖിലയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നിഖില അത് ഏറ്റവും ഭംഗിയായിട്ടാണ് സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അത് എന്താ പറയാ, നമ്മൾ ആ നിഖില എന്നുള്ള ചോയ്സിലേക്ക് ഞങ്ങൾ എത്തിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഈസി ആയിരുന്നു നിഖിലേനെ നമുക്ക് കൊണ്ടുപോകാൻ. ഇതിനപ്പുറം എന്നാ വേണം? അതെ, ഇനി ഒരുപാട് പടങ്ങൾ കിട്ടട്ടെ, പടങ്ങൾ ചെയ്യട്ടെ, ഒരവസരം ഇടയ്ക്ക് തരണേ. ഇനിയിപ്പം ശിവജിത്ത്, അതെ, ശിവജിത്തിനെ ഞങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒന്നെങ്കിൽ താടിയൊക്കെ വെച്ചൊരു കലിപ്പ ടീം, ഇതിലും ഫുള്ളൊരു നമ്മളെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലൊരു ക്യാരക്ടർ ചേഞ്ച് എന്ന് പറയുന്ന പോലെ വേറൊരു മനുഷ്യനായിട്ട് ഞങ്ങൾ സ്ക്രീനിൽ കണ്ടത്. അതെങ്ങനെയായിരുന്നു? നമുക്ക് അങ്ങനെ ഒരാൾ വേണം എന്നുള്ള, അതായത് ആ ട്വിസ്റ്റ് നമുക്ക് കിട്ടാൻ, അതായത് ആ ഒരു ഹൈ നമുക്ക് കിട്ടണമെന്ന് ഒരു ഇതുണ്ടായിരുന്നു, നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമ്മളെ മനസ്സിൽ വന്നത് ശിവജിത്തേട്ടനാണ്. ശിവജിത്തേട്ടന്റെ ട്രാൻസ്ഫോർമേഷൻ അത്രയും ഭംഗിയാവും എന്നുള്ളതുകൊണ്ടും അത്രയും രസമായിട്ട് ആള് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു, എനിക്ക് തോന്നുന്നു നമ്മൾ അധികം ഒന്നും ആ ക്യാരക്ടറിന് വേണ്ടി നമ്മൾ വേറെ ആരെയും ആലോചിച്ചിട്ടില്ല. അത് ശിവജിത്തിലേക്ക് എത്തിയത് എങ്ങനെയാ? സ്വാഭാവികമായിട്ടും ശിവജിത്തേട്ടന്റെ തടിയും മീശയും ആ തടിയും ഒക്കെ വേറൊരു രൂപത്തിൽ ആൾക്കാർ കാണുമ്പം അതിനൊരു ഭയങ്കര രസം ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അത് ഫെബിന്റെ ഒരു ഡിസിഷൻ ആയിരുന്നു, ശിവജിത്തേട്ടൻ മതി എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ശിവജിത്തേട്ടനിലേക്ക് എത്തുന്നത്. ഈ ശിവജിത്ത് നിഖിലയും തമ്മിലൊരു ബന്ധമുണ്ടോ? ഉണ്ട്, അവർ കസിൻസ് ആണ്. ഏട്ടനും അനിയത്തിയാണ് രണ്ടുപേരും. ഇപ്പൊ ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഏറ്റവും വലിയൊരു വാർത്തയാണ്, ബസ്സേ കയറുന്ന ഒരു പെൺകുട്ടി ഇപ്പുറത്തൊരു ആൺകുട്ടി ഇരുന്ന ഉടനെ വീഡിയോ എടുക്കുന്നു, എന്നെ കയറി എന്തെങ്കിലും ചെയ്തു, എന്നെ കയറി തൊട്ടു എന്നൊക്കെ പറഞ്ഞ്. ശരിക്കും അത് റിയലായിട്ട് സംഭവിച്ചതുകൊണ്ടായിരിക്കാം, സംഭവിക്കാത്തതുകൊണ്ടായിരിക്കാം, എന്തിനായാലും റീച്ചിന് വേണ്ടിയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ എഴുത്തുകാരോട് ഡയറക്റ്റ് ചോദിക്കുന്നത്, ഈ പെണ്ണ് കേസ് എന്ന് പറയുന്ന സിനിമ ഇന്ന് സംഭവിച്ചു കഴിഞ്ഞു. അവിടെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പെണ്ണുങ്ങൾക്ക് എന്തും ചെയ്യാം, എല്ലാ നിയമം പെണ്ണുങ്ങളുടെ കൂടെ, ആണുങ്ങൾ ചെയ്ത കുറ്റക്കാരൻ, യോജിക്കുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? അതായത് നമുക്കതിൽ എന്താ പറയാ, ഈ ക്രൈമിൽ നമ്മൾ ജെൻഡർ കാണാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നിയമത്തിൽ എങ്ങനെ ജെൻഡർ വരുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് അത് ഉറപ്പായിട്ടും പ്രിവിലേജിന്റെ വ്യത്യാസമാണ്. നമ്മള് എന്താ പറയാ, സ്ത്രീകൾ കുറച്ചുകൂടെ നമുക്ക് അവസരങ്ങൾ കുറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലാണ്. അതായത് പ്രിവിലേജ് കുറവുള്ള ആളുകളായതുകൊണ്ടാണ് നിയമം കുറച്ചുകൂടെ സ്ത്രീകൾക്ക് അനുകൂലമാവുന്നത്. ആണുങ്ങളെ പോലെ അത്രയും തുല്യ അവസരങ്ങൾ നേടുന്ന ഒരാൾക്കാരല്ല സ്ത്രീകൾ. അതൊരു റിയാലിറ്റിയാണ്, നമ്മളെ സോഷ്യൽ റിയാലിറ്റിയാണ്. അതുകൊണ്ടാണ് നിയമം അങ്ങനെ ആവുന്നത്. പിന്നെ ക്രൈമിനെ നമ്മൾ ഒരിക്കലും ജെൻഡറിലൂടെ കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണ് തെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് പെണ്ണ് തെറ്റ് ചെയ്യുന്നത്. പക്ഷെ പെണ്ണ് തെറ്റ് ചെയ്യുമ്പോഴുള്ള വിസിബിലിറ്റി കൂടുന്നത് എന്താ പറയുക, നമുക്ക് ആ കൗതുകം കുറച്ച് കൂടുതലായതുകൊണ്ടാണ്. ഒരു പെണ്ണ് ഒരു ക്രൈം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, കാണാൻ ഇൻട്രസ്റ്റ് ആണ്, അത് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ആണ്, അത് വാർത്തയാവാൻ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരുപാട് കൈക്കൂലി കേസുകൾ കാണാറുണ്ട്, വിജിലൻസ് പിടിക്കുന്നു, അങ്ങനെ ഇത് കാണും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ലേഡി ഒരു കൈക്കൂലി വാങ്ങിച്ച് അവരെ പിടിച്ചു. പക്ഷെ അതിന് കിട്ടിയൊരു മീഡിയ അറ്റൻഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്, ഭയങ്കര വലുതാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്. അപ്പുറത്ത് ഈ പുരുഷന്മാർ ചെയ്യുന്ന ക്രൈമിനെക്കാട്ടൊക്കെ മീഡിയ അറ്റൻഷൻ കിട്ടിയത് അവിടെ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്.
അപ്പോൾ അതിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യാനും പെണ്ണുങ്ങൾ അങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെയെന്ന് പറയാനും ഒരുപാട് മനുഷ്യരുണ്ട്. അതൊരു എന്താ പറയുക, നമ്മളൊരു സൊസൈറ്റിയുടെ ഒരു പൊതു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിയമം ഉറപ്പായിട്ടും സ്ത്രീകളുടെ കൂടെയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സ്ത്രീകളുടെ കൂടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ പോസിറ്റീവ് അങ്ങനെ ആവണം എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് നമ്മളുടെ ഒരു സോഷ്യൽ ജസ്റ്റിസിന്റെ ഭാഗം കൂടിയാണല്ലോ. ഈ ലൊക്കേഷനുകളിൽ പിന്നുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? ലൊക്കേഷനിൽ നമ്മളുടെ വളരെ കൂളായിട്ടുള്ള ഒരു രസമുള്ള സെറ്റായിരുന്നു. എല്ലാവരും വളരെ സൈലന്റ് ആയിട്ടുള്ള കുറേ മനുഷ്യന്മാരും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു. അങ്ങനെ ഈ സാധാരണ എല്ലാവരും പറയും നിഖില എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഭയങ്കര ജാടയുള്ള ആളാണ്, ഭയങ്കര ദേഷ്യമുള്ള ആളാണ്. കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ നിഖില എന്താണ്? വളരെ ജെനുവൻ ആയിട്ടുള്ള നല്ല വിവരവും ബോധമുള്ള ഒരു സ്ത്രീയാണ്. എനിക്ക് വളരെ റെസ്പെക്റ്റ് ഉള്ള ഒരു ആളാണ് നിഖില. അവർ വളരെ ക്ലാരിറ്റി ഉള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് എന്താണ് തോന്നുന്നത് അത് ഉള്ളത് മുഖത്ത് നോക്കി പറയുന്ന വളരെ നല്ലൊരു പൊളിറ്റിക്സ് ഉള്ള ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ജനങ്ങള് ഈ പെണ്ണ് കേസ് പടം പോയി എന്തിനെ കാണണം? എന്തുകൊണ്ട് പടത്തിൽ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രസമുള്ള ഒരു സിനിമയായിരിക്കും. അതിനങ്ങനെ നമുക്ക് ഇന്ന ഏജ് ഗ്രൂപ്പ് എന്നോ കാറ്റഗറി എന്നൊന്നുമില്ല. പിന്നെ മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു തരം സിനിമയാണ്. അതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. നമ്മൾ പുറമേയുള്ള സിനിമകൾ, അതായത് നമുക്ക് പല റെഫറൻസുകൾ നമുക്ക് കാണാൻ പറ്റും. ഹിന്ദിയിലുമായാലും ഹോളിവുഡിലായാലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മലയാളത്തിൽ അങ്ങനെ ഒരു അപ്രോച്ച് വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഒരു കോൺവുമൺ ക്യാരക്ടർ നമ്മൾ വളരെ കുറവ് മലയാളത്തിൽ വന്നിട്ടുള്ളൂ. അങ്ങനെ ഒരു കഥയാണ്. പക്ഷെ അത് ഒരു രസമായിട്ടുള്ള വേല എടുത്തിരിക്കുന്ന, രസമായിട്ട് എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഞാനതിനെ കോമഡി എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്, ഒരു എന്റർടൈനറാണ്. പിന്നെ ടിക്കറ്റ് എടുത്താൽ വിഷമിച്ച് പോകേണ്ടതായിട്ട് ഉറപ്പായിട്ടും ഉണ്ടാവില്ല. ഈ രശ്മിക്ക് അഭിനയമോഹമൊന്നുമില്ല? ഇല്ല. ഞാൻ ഇതിലൊരു റോള്, ഞാൻ ഒരു കുഞ്ഞൊരു ഷോട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യേണ്ടി വന്നതാണ്. അന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ റോള് ചെയ്ത. പക്ഷെ എനിക്കൊരു ആഗ്രഹമില്ലാത്ത, എനിക്ക് അറിയാത്തൊരു പണിയാണ്. ഈ ഒരുപാട് ആളുകൾ ഇന്ന് സ്ക്രിപ്റ്റുമായിട്ട് ഞങ്ങൾക്ക് നടൻ്റെ നടിമാരുടെ അടുത്ത് പോകണം, ഞങ്ങൾക്ക് ഇത് സിനിമയാക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ രശ്മിയുടെ ജീവിതം എടുത്താൽ തന്നെ വയനാട്ടിൽ നിന്ന് ആ ചുരം കയറി ഇന്നിവിടെ വന്ന് മലയാള സിനിമയിൽ ഒരു ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കഷ്ടപ്പാട് എത്രമാത്രമാണെന്ന് രശ്മിക്കും അറിയാം, രശ്മിയുടെ മനസ്സിനും അറിയാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഈ സ്ക്രിപ്റ്റുമായിട്ട് എത്തപ്പെടണം അല്ലെങ്കിൽ എനിക്ക് ആ സ്ക്രീനിൽ പടം ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് അനുഭവം കൊണ്ട് പറയാനുള്ളത് എന്താണ്? നമ്മൾ സിനിമേനെ വളരെ സത്യസന്ധമായിട്ട് അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ്. അതായത് നല്ലൊരു കഥ, നല്ലൊരു സ്ക്രിപ്റ്റ്, നമ്മൾ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്, ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുക, അതിനെ വളരെ സത്യസന്ധമായിട്ട് അപ്രോച്ച് ചെയ്യുക. പിന്നെ നമ്മൾ മടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ട്രൈ കൂടെ നിന്ന സുഹൃത്തുക്കൾക്കും കൂടെ നിന്ന ഫാമിലിക്കും ഇന്ന് പടത്തെ സ്വീകരിച്ച മലയാളി പ്രേക്ഷകരോടും എന്താ പറയാനുള്ളത്? ഓക്കെ, എനിക്ക് എന്താ പറയുക, നന്ദിയാണ് പറയാനുള്ളത്. അതായത് ഇപ്പോൾ എൻ്റെ ഫാമിലി, എനിക്ക് ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ്. പിന്നെ അവരുടെ വൈഫും ഹസ്ബൻഡും, അച്ഛനും അമ്മയും, പിന്നെ അവരുടെ മക്കളും. അതാണ് എൻ്റെ ബേസ് ഫാമിലി. എൻ്റെ ഹസ്ബൻഡും, പിന്നെ എൻ്റെ കൂട്ടുകാർ. അപ്പോൾ അഭിജിത്ത്, പൊന്നമ്പിളി, മനോജ്, സരിൻ, ബിജിഷ, ഷാരിക, അങ്ങനെ കുറേ പേര്. ഇവരോടൊക്കെ എനിക്ക് എന്താ പറയുക, ഒരിക്കലും തളരാതെ കൂടെ നിന്നതിന് ഒരുപാട് നന്ദി. അതാണ് പറയാനുള്ളത്. തളരാൻ സമ്മതിച്ചിട്ടില്ല. എപ്പോഴും നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൂടെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിനക്കിത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്, എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇവിടം കൊണ്ടൊന്നും അവസാനിപ്പിക്കില്ല കേട്ടോ. ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. അടുത്ത എഴുത്ത് കഴിഞ്ഞു, അതിന്റെ പിച്ചിങ് സ്റ്റേജിലാണ്. അടിപൊളി. കാസ്റ്റിംഗ് നടക്കുന്നു. സർപ്രൈസ് ആണോ അതോ ഫാമിലി ഡ്രാമയാണ് അടുത്ത പരിപാടി. അത് ഒരു നല്ല സ്ക്രിപ്റ്റായി വന്നിട്ടുണ്ടെന്നാണ് ഒരു വിശ്വാസം. അത് എത്രയും പെട്ടെന്ന് ഓണാവുന്നു. ഇവിടം കൊണ്ടൊന്നും നിർത്താൻ ഉദ്ദേശമില്ല. ഉറപ്പായിട്ടും ഇല്ല. വന്നിട്ടുണ്ടെങ്കിൽ വിടത്തില്ല മക്കളെ. ഇല്ല, സിനിമ തന്നെയാണ് എന്തായാലും ലൈഫ്. അതാണ് തീരുമാനിച്ചു. കൂടെയുള്ള മനുഷ്യരുടെ ലൈഫ് സിനിമയാണ്, എൻ്റെ ലൈഫും സിനിമയാണ്. രസമുള്ളൊരു ലോകമാണ്. സ്ട്രഗിൾ ഉണ്ടെങ്കിൽ പോലും രസമുള്ളൊരു ലോകമാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു സന്തോഷം തരുന്ന ഒരു ലോകമാണ്. നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്ന, ഒരുപാട് സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന, സിനിമ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും സംസാരിക്കുന്നത് സിനിമയാണ്. അതിൻ്റെ ഒരു രസമുണ്ട്. ഈ രശ്മിയുടെ മുഖത്തെ ആ ചിരി കണ്ടാൽ തന്നെ അറിയാൻ കേട്ടോ, അത്രയും ഒരു സന്തോഷം ഉള്ളിലുണ്ടെന്ന്. താങ്ക് യു. ഈ സന്തോഷം ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ പോട്ടെ. ഒരുപാട് മലയാള സിനിമകൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഇനിയും കാണുവാൻ രശ്മിയിലൂടെ സാധിക്കട്ടെ. പ്രേക്ഷകരോട് ഒന്നേ പറയാവുള്ളൂ, നിങ്ങളൊരു ടിക്കറ്റ് എടുത്തൊന്ന് പോയി കണ്ടു നോക്കല്ലേ, നിരാശപ്പെടത്തില്ല. രശ്മി മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്.